എന്റെ അടുത്ത് കുറെ ചെക്കന്മാരായി പറയണു തൊപ്പിയുടെ വിഷയം പറഞ്ഞിട്ട് ഇജ്ജ് എന്താ വീഡിയോ ചെയ്യാത്ത ഇജ്ജ് തൊപ്പിനെ മണ്ണാർക്കാട് കൊടുന്നത് മുതലേ തൊപ്പിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ എന്റെ പ്രാക്കുണ്ടെന്നൊക്കെ ഇജ്ജ് തൊപ്പിയുടെ സൈഡാണോ അതോ തൊപ്പി തീറ്റിപ്പോറ്റിയ ചെക്കന്മാരുടെ സൈഡാണോ എന്നൊക്കെ ഞാൻ ആരുടെ സൈഡെന്ന് വർത്താനം പറയാനുമില്ല സപ്പോർട്ട് ചെയ്യാനും ഇല്ല എതിർക്കാനും ഇല്ല ഒന്നിക്കും ഇല്ല ഇച്ചി വെജ്ജ ഞമ്മക്ക് കുറച്ചൊക്കെ ഇഷ്ടം തൊപ്പിയോടാണ് തൊപ്പി ഞമ്മക്ക് റീച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ ഒരു ഇഷ്ടം ഈ തൊപ്പിയുടെ ചെക്കന്മാരെ കാര്യമൊക്കെ എനിക്കും കുറെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം തൊപ്പി ഇപ്പൊ മണ്ണാർക്കാട് സ്റ്റേ ചെയ്തതും ഞാനും ഉണ്ടായിരുന്നു അവിടെ തൊപ്പി ചെക്കന്മാരെ കൂടെ ഒന്നും കിടക്കൂല തൊപ്പി സെപ്പറേറ്റ് റൂം എടുക്കുക തൊപ്പിയുടെ റൂമിൽ മുന്നുണ്ടാവും ചെക്കന്മാരൊക്കെ വേറെ റൂമിലും അപ്പൊ അതിന്റെ ബാക്കിലുള്ള കുറെയൊക്കെ കാര്യങ്ങൾ നമുക്കും അറിയും നമ്മളതൊക്കൊന്നും നിൽക്കണില്ല നമ്മളതൊക്കൊന്നും പറയാനും ഇല്ല പിന്നെ ഈ എതിർത്ത് സംസാരിക്കണവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യണവരൊക്കെ മെയിൻ ഉദ്ദേശങ്ങൾ ഒന്ന് വിചാരിക്കുക റീച്ച് ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവും അവരുടെയൊക്കെ കമന്റ് ബോക്സും ലൈക്കും വ്യൂസൊക്കെ കണ്ട അന്തട് വിടും അപ്പൊ അവര് ഉദ്ദേശിച്ച റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതിന്റെ പിന്നാലെ വെറുതെ വാലും പിടിച്ചിട്ട് പോയി വെറുതെ സമയം കളയണ്ട നിങ്ങളെ പണി നോക്കിക്കോളി തൊപ്പി ലൈവില് വന്ന് തൊപ്പിയുടെ പ്രശ്നങ്ങൾ തൊപ്പി പറഞ്ഞോട്ടെ ചെക്കന്മാര് ലൈവില് വന്ന് ചെക്കന്മാരുടെ പ്രശ്നങ്ങൾ ചെക്കന്മാരും പറഞ്ഞോട്ടെ അത് അങ്ങോട്ട് അവരെന്നെ പറഞ്ഞ് തീർക്കട്ടെ ഇതിനൊക്കെ എതിരെ വാലും പിടിച്ച് നമ്മളൊക്കെ എന്തിനാ വെറുതെ പോണ് വെറുതെ സമയം എന്തിനാ കളയണ് ഉള്ളത് ഓപ്പൺ ആയിട്ട് ഞാൻ തുറന്നു പറയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനും ഈ വീഡിയോ റീച്ചിന് വേണ്ടിയിട്ടല്ല ഇട്ടെന്നുള്ളത് അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ചെക്കന്മാര് കാണുന്ന ചെക്കന്മാരൊക്കെ പറയലുണ്ട് നിങ്ങൾ എന്താ മുണ്ടാതിരിക്കണം എനിക്ക് പറയാൻ ഇതാ ഉള്ളൂ ഇപ്പൊ ഞാൻ നിർത്താണ് എന്നാ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ബോക്സ് ആണ് നിറച്ചോളി ഓക്കെ രണ്ടാമതൊരു വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് കേട്ടോ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ ജസ്റ്റ് ഇതിൽ വന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ശരി